നോ പാർക്കിംഗ് ഏരിയയിലും മാധ്യമ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. കാര്യം ഈ നാട്ടിൽ എന്തോ പ്രത്യേക പ്രിവിലേജ് ഉള്ളവരാണെന്ന് സ്വയം ധരിച്ചു വച്ചിരിക്കുകയാണല്ലോ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തലസ്ഥാനത്തെ തിരക്കേറിയ പാളയം പബ്ലിക് ലൈബ്രറിക്ക് മുന്നിലെ നോ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവന്ന് മാധ്യമ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾ ആധികാരികമായി പാർക്ക് ചെയ്തിട്ട് പോയത്. ഏതെങ്കിലും പൊതുജനമായിരുന്നെങ്കിൽ അവൻ്റെ പിന്നാലെ വന്ന് പോലീസുകാർ പെറ്റിയടിച്ച് കൊടുത്തേനെ. പക്ഷേ ചാനലുകളുടെ ബോർഡും വെച്ച് എന്ത് നിയമവിരുദ്ധ പ്രവർത്തനവും നടത്താമെന്ന് കരുതിയാൽ പഴയതുപോലെയല്ല, ജനം പ്രതികരിക്കും. റിപ്പോർട്ടർ ചാനൽ റൈറ്റ് ഫോർ ജസ്റ്റിസ്, ഈ വണ്ടിയാണ് ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഏത് പാർക്കിംഗ് ആണ് ഉള്ളത്? ഈ ഈ ഈ പ്രദേശത്ത് ഇവിടെ ഒരു പാർക്കിങ്ങും അലൗഡ് അല്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് പാർക്കിംഗ് കൊടുക്കുക? ആരാണ് ഇവർക്ക് പാർക്കിംഗ് അലോ ചെയ്തിരിക്കുന്നത്? ഏത് നേരത്താണ് ഏത് റൈറ്റ് ഫോർ ജസ്റ്റിസ് ആണ് റിപ്പോർട്ടർ ചാനലിനുള്ളത്? എന്ത് പ്രിവിലേജാണ് റിപ്പോർട്ടർ ചാനലിനുള്ളത്? റിപ്പോർട്ടർ ചാനലിന് പ്രസിന് എന്ത് തെമ്മാടിത്തരം കാണിക്കാന്നാണോ? റോഡ് സൈഡിന് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് ഇത്രയും ഭീകരമായ ട്രാഫിക് ഉള്ള ഒരു സ്ഥലത്ത്, ഒരു പാർക്കിങ്ങും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് മാധ്യമങ്ങൾക്ക് വണ്ടിയിടാം. അതിനൊരു ബുദ്ധിമുട്ടുമില്ല. അതെ, ചാനലിന്റെ ബോർഡും വെച്ചുകൊണ്ട് ഈ നാട്ടിൽ എന്ത് തെമ്മാടിത്തവും കാണിക്കാമോ? ഇത് ലെഫ്റ്റ് ആക്ടിവിസ്റ്റായ ദീപു ഗോപാൽ ഇന്നിപ്പോൾ പാളയത്ത് നിന്നെടുത്ത ദൃശ്യവും അതിനെ സംബന്ധിച്ച് പ്രതികരിച്ചതുമാണ്. നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് തലസ്ഥാനത്ത് ഗതാഗത നിയന്ത്രണമുണ്ട്. ആ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഗതാഗത കുരുക്കുണ്ടാകും. ആ സന്ദർഭത്തിൽ പരമാവധി ഗതാഗത കുരുക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി അനാവശ്യ പാർക്കിങ്ങുകൾ അനുവദിക്കാറില്ല. പ്രത്യേകിച്ച് പബ്ലിക് ലൈബ്രറിയുടെ എതിർവശത്തൊക്കെ ആകുമ്പോൾ പാർക്കിങ്ങേ ഇല്ല. പക്ഷേ കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളുടെ ബോർഡ് പതിച്ച എവിടെ വേണോ വാഹനം പതിക്കാനുള്ള പ്രത്യേക നിയമമുണ്ടോ? ഈ അടുത്ത ദിവസമാണ് അതേ വീഡിയോയിൽ പറയുന്ന പോലെ വഞ്ചൂരിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചുകൊണ്ടൊരു സ്റ്റേജ് കെട്ടിയപ്പോൾ അവിടെ പോയി നിന്ന് ലൈവ് കൊടുത്ത മാപ്രകൾ അതിനെ വലിയ വിവാദമാക്കിയവർ ഇപ്പോൾ എന്തേ സ്വയം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി മാതൃക കാട്ടാമോ? ബാക്കിയുള്ളവരെ നിയമം പഠിപ്പിക്കാനും ബാക്കിയുള്ളവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കാൻ തയ്യാറായി നടക്കുന്നവർക്കാണ് ദീപു ഗോപാൽ ഇന്നിപ്പോൾ ഈ ഒരു നിയമവിരുദ്ധ പ്രവർത്തനത്തെ തുറന്നു കാട്ടിക്കൊണ്ട് ഒരു ലൈവ് ഇട്ടിരുന്നത് കണ്ടേ. നമസ്കാരം. ഇത് നമ്മുടെ തിരുവനന്തപുരത്ത് ട്രാഫിക് ജാമാണ്. ഇത് പബ്ലിക് ലൈബ്രറിയാണ്. ഈ കാണുന്നത് പബ്ലിക് ലൈബ്രറിയാണ്. ഈ പബ്ലിക് ലൈബ്രറിയുടെ അവിടെ ഇന്ന് ട്രാഫിക്കാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ എന്തോ സമരം നടക്കുന്നുണ്ട്. ആ സമരം നടക്കുന്നതിന് ട്രാഫിക്കാണ് ഈ കാണുന്നത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല. ട്രാഫിക്കാണ് ഈ കാണുന്നത്. ഈ ട്രാഫിക്ക് നടക്കുന്ന സ്ഥലത്താണ്, ഈ ട്രാഫിക്ക് ഇത്രയും നടക്കുന്ന സ്ഥലത്താണ് കേട്ടോ വണ്ടികൾ അവിടെ ട്രാഫിക്കായിട്ട് കിടക്കുകയാണ്. ഈ ട്രാഫിക്ക് നടക്കുന്ന സ്ഥലത്താണ് ഇതാ മാധ്യമങ്ങൾക്ക് എന്തുമാകാം. റിപ്പോർട്ടർ ചാനലിൻ്റെ വണ്ടിയാണ് ഈ ട്രാഫിക്കിൻ്റെ നടുക്ക് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോയിരിക്കുന്നത്. ഇത്രയും വണ്ടികൾ ഇവിടെ കിടക്കുകയാണ്. ഇവിടെ സ്റ്റേജ് കെട്ടുന്നു, സ്റ്റേജ് കെട്ടുന്നില്ല, കമാനം വെക്കുന്നു എന്നൊക്കെ പറയുന്ന ഈ മാധ്യമങ്ങളുടെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. റോഡ് സൈഡിന് ഇവിടെ പാർക്കിംഗ് ഇല്ല, നോ പാർക്കിംഗ് ആണ്. ഇവിടെ എങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ വണ്ടി ഇവിടെ കിടക്കുക? എങ്ങനെയാണ് ഇവർക്ക് കിടക്കാൻ കഴിയുക? ആരാണിതാ? ന്യൂസ് കേരളം, ന്യൂസ് 18, ഇവരുടെ എല്ലാം വണ്ടി ഇവിടെ കിടക്കുകയാണ്. എങ്ങനെയാണ് ഏതെങ്കിലും ഒരു CPM-കാരൻ്റെ വണ്ടി ആയിരുന്നെങ്കിൽ ഇപ്പം എന്തായിരുന്നു കഥ? ഇവിടെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നതാ നിങ്ങൾക്ക് കാണാം. വണ്ടികൾ ട്രാഫിക്കാണ്, വൻ ട്രാഫിക്കാണ്. ആ ട്രാഫിക്കിൻ്റെ നടുക്കാണ് ഇതാ ന്യൂസ് ചാനൽ റൈറ്റ് ഫോർ ജസ്റ്റിസ് ആണ്. റിപ്പോർട്ടർ ചാനൽ റൈറ്റ് ഫോർ ജസ്റ്റിസ്, ഈ വണ്ടിയാണ് ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഏത് പാർക്കിംഗ് ആണ് ഉള്ളത്? ഈ ഈ ഈ പ്രദേശത്ത് ഇവിടെ ഒരു പാർക്കിങ്ങും അലൗഡ് അല്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് പാർക്കിംഗ് കൊടുക്കുക? ആരാണ് ഇവർക്ക് പാർക്കിംഗ് അലോ ചെയ്തിരിക്കുന്നത്? ഏത് നേരത്താണ് ഏത് റൈറ്റ് ഫോർ ജസ്റ്റിസ് ആണ് റിപ്പോർട്ടർ ചാനലിനുള്ളത്? എന്ത് പ്രിവിലേജാണ് റിപ്പോർട്ടർ ചാനലിനുള്ളത്? റിപ്പോർട്ടർ ചാനലിന് പ്രസിന് എന്ത് തെമ്മാടിത്തരം കാണിക്കാന്നാണോ? റോഡ് സൈഡിന് കൊണ്ട് വണ്ടി പാർക്ക് ചെയ്ത് ഇത്രയും ഭീകരമായ ട്രാഫിക് ഉള്ള ഒരു സ്ഥലത്ത്, ഒരു പാർക്കിങ്ങും ഇല്ലാത്ത ഒരു സ്ഥലത്ത് കൊണ്ട് മാധ്യമങ്ങൾക്ക് വണ്ടിയിടാം. അതിനൊരു ബുദ്ധിമുട്ടുമില്ല, ഒരു ബുദ്ധിമുട്ടും ഇവന്മാർക്കില്ല. ഇത് കണ്ടോ, റിപ്പോർട്ടർ ചാനലിൻ്റെ വണ്ടി. ഇവർ വലിയ വലിയ വീരവാദം അടിക്കുന്നതാണല്ലോ. എന്തേ ഇവർക്ക് ഇവിടെ കൊണ്ട് വണ്ടിയിടാൻ?
ഇവിടെ ഇത്രയും വണ്ടികൾ ഇവിടെ കിടക്കുന്നതല്ലേ. ഈ ട്രാഫിക് മുഴുവൻ കിടക്കുകയാണ്. ഏതെങ്കിലും ഒരു CPM കാരൻ്റെ ഒരു സൈക്കിൾ ഇവിടെ വെച്ചാൽ യുവമാർക്ക് തീരുമല്ലോ. ഇപ്പൊ എങ്ങനെയാണ് ഈ ന്യൂസ് ചാനലുകൾക്ക് ഈ റിപ്പോർട്ടർ ചാനലിനൊക്കെ ഈ റോഡ് സൈഡിന് കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പോകാൻ കഴിയുന്നത്? ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിയാത്ത സ്ഥലത്ത് ഇവിടെ നോ പാർക്കിംഗ് ആണ്. ഇതാണ് ദൂരദർശന്റെ നേരത്തെ ഡയറക്ടറായിരുന്ന കുഞ്ഞികൃഷ്ണ സാറ് ശ്രീകണ്ഠൻ നായരോട് പറഞ്ഞത് ഈ നിങ്ങളുടെ മാധ്യമങ്ങളുടെ പ്രിവിലേജ് ആണെന്ന്, മാധ്യമങ്ങളുടെ ധാർഷ്ട്യമാണത്രേ. അത് തന്നെയല്ലേ ഇവർ ഈ കാണിച്ചു കൊണ്ട് കൂട്ടിയിരിക്കുന്നത്. ഇവിടെ കാറ് പാർക്ക് ചെയ്യുക, എന്നിട്ട് ഈ ട്രാഫിക് ഉണ്ടോ, മൊത്തം ട്രാഫിക്കാണ്. ഈ ട്രാഫിക്കിൻ്റെ ഇടയിലാണ് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലേശമെങ്കിലും ഉളുപ്പുണ്ട് ഇവന്മാർക്ക്. റൈറ്റ് ഫോർ ജസ്റ്റിസ് എഴുതി വെച്ചിരിക്കുക. ജനങ്ങൾക്ക് വഴി നടക്കാൻ പറ്റില്ലേ? വണ്ടികൾ പോകണ്ടേ? ജനങ്ങൾക്ക് വഴി നടക്കുന്നതിനുള്ള തടസ്സം സൃഷ്ടിച്ചിരിക്കുകയല്ലേ ഇവർ ചെയ്തിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിൻ്റെ വണ്ടി ഇതിനവർ മറുപടി പറയുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഏത് രീതിയിലാണ് ഇവർ ഈ സാധനം ഇവിടെ ഇട്ടിട്ട് പോയിരിക്കുന്നതെന്ന്, ആരുടെ സമ്മതപ്രകാരമാണ് ഇവർക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ സ്ഥലം ഇട്ടിരിക്കുന്നത്? ഇതിനുള്ള മറുപടി ഈ റിപ്പോർട്ടർ ചാനലിലെ ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ അവർ പറയേണ്ടതാണ്. ചാനലിൽ വെറുതെ റൈറ്റ് ഫോർ ജസ്റ്റിസ് എന്ന് എഴുതിയിടലല്ല. ഇവിടെ ഇവർക്കിടാൻ എന്ത് ധാർഷ്ട്യമുള്ളത്? റിപ്പോർട്ടർ ചാനലാണെങ്കിൽ എന്ത് തെമ്മാടിത്തരം കാണിക്കാമെന്നാണോ? എന്ത് തെമ്മാടിത്തരമാണോ ഈ ചാനലുകൾക്ക് കാണിക്കാനുള്ളത്? ഈ ചാനലുകളുടെ വണ്ടി, എത്ര വണ്ടികളാണ് അവിടെ കണ്ടില്ലേ? എത്ര വണ്ടികളാണ് പാർക്കിങ്ങിന് കിടക്കുന്നത്? എങ്ങനെയാണ് ഇവർക്ക് ഇവിടെ പാർക്ക് ചെയ്യാൻ കഴിയുന്നത്? ചാനലുകൾക്ക് എന്ത് തോന്നിയവാസമാകാമെന്നാണോ? പണ്ടത്തെ കാലമല്ല. ഏകപക്ഷീയമായിട്ട് ചില അക്രമങ്ങളൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ ഇവിടെ എന്തും കാണിക്കുമെന്ന ഹുങ്കുണ്ടെങ്കിൽ അതിനെ മൊനയൊടിക്കൽ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ പൊതുജനത്തിൻ്റെ ഉത്തരവാദിത്തം. ഏതെങ്കിലും മാപ്രാ സ്ഥാപനത്തിൻ്റെ കോല് കൈവശമുണ്ടെങ്കിൽ എന്തുമാകാം, എന്തും കാണിക്കാമെന്നൊരു മനോഭാവമുണ്ട്. ഇന്നിപ്പോൾ പൊതുജനങ്ങൾ എല്ലാവരും മാധ്യമപ്രവർത്തകരാണ്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു കോലും പിടിച്ചുകൊണ്ട് നടക്കുന്ന മാപ്രകൾക്ക് പ്രത്യേക പരിഗണനയുടെ ആവശ്യവുമില്ല. അതുകൊണ്ടാണ് ഇന്നലകളിൽ മറ്റ് ചിലത് വലിയ സംഭവമാക്കി ഉയർത്തിക്കാട്ടിയിട്ട് ഇതുപോലെ സ്വന്തം നിലയ്ക്ക് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നത്. അത് പൊതുജനം കണ്ടിട്ട് മിണ്ടാതിരിക്കുമോ? അവർ സ്പോട്ടിൽ ഇങ്ങനെ ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കും. അതായത് നമ്മൾ ഈ നാട്ടിൽ എന്തും ചെയ്യും, അത് ഞങ്ങളുടെ ഒരു പ്രത്യേക അവകാശമാണ്. പക്ഷേ മറ്റു ചിലർക്കും അതൊന്നും പാടില്ല. അങ്ങനെ ചെയ്താൽ ഞങ്ങൾ ഉറഞ്ഞു തുള്ളും, ഞങ്ങൾ കുരുപൊട്ടി ഒലിച്ച് നിന്ന് വിറളി പൂണ്ടും. അങ്ങനെയുള്ള സമീപനത്തെയാണ് ഇങ്ങനെ പൊളിച്ചടുക്കി കൈ കൊടുത്തിരിക്കുന്നത്. ഇത് നിയമവിരുദ്ധ പ്രവർത്തനമായതുകൊണ്ട് തന്നെ വാഹനത്തിൻ്റെ നമ്പർ ഉൾപ്പെടെയാണ് ആ വീഡിയോയിൽ പുറത്ത് കാണിച്ചിരിക്കുന്നത്. നിയമവിരുദ്ധമായി പാർക്ക് ചെയ്ത വാഹനങ്ങൾക്ക് സ്വാഭാവികമായി പിഴ കൊടുക്കേണ്ടത് ഇവിടുത്തെ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ അനധികൃത പാർക്കിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ സ്റ്റേജ് കെട്ടി ഗതാഗത തടസ്സം ഉണ്ടാക്കിയതുപോലെ തന്നെയാണ് അനധികൃത പാർക്കിംഗ് നടത്തി ഈ നാട്ടിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിരിക്കുന്നത്. അവിടുത്തെ ജനത്തിൻ്റെ ബുദ്ധിമുട്ട് വലിയ പ്രശ്നവും ഇവിടുത്തെ ജനങ്ങളുടെ ഈ ഗതാഗത കുരുക്കുണ്ടായിരിക്കുന്നത് പ്രശ്നമല്ലാതാകുന്നില്ലല്ലോ. എല്ലാം മാത്തമാറ്റിക്സ് ആണ്. അതുകൊണ്ട് ഇതിനെതിരെ കർശന നടപടി ഉണ്ടാകേണ്ടതുണ്ട്. ജനങ്ങൾക്ക് മുന്നിൽ മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പാണ് ദീപു ഗോപാലിൻ്റെ ഈ വീഡിയോയിലൂടെ പുറത്തേക്ക് വരുന്നത്.